ഹായ്. ഇന്നിപ്പോൾ അതുപോലെ തന്നെ രാവിലെ തന്നെ തെണ്ടാൻ ഇറങ്ങിയിട്ടുണ്ട്. രാവിലെയല്ല, ഉച്ചയായിട്ടോ. ഇന്നെൻ്റെ സ്ഥലം എൻ്റെ മൂത്ത ചേട്ടൻ്റെ വീട്ടിൽ പോകാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. അവിടെ പോയിട്ട് അവർക്കൊരു എൻജോയ്മെൻറ്റ് കൊടുത്തിട്ട് അവരെ മുടിപ്പിച്ച് തിരിച്ച് വരാം. അപ്പം പോയിട്ട് വരാം. അങ്ങനെ വരുന്ന വഴിയിലൊരു കഞ്ഞിക്കട ഉണ്ട്. അപ്പോൾ കഞ്ഞിക്കടയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തിയതാണ്. രാവിലെ വലിയ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ല. അപ്പം കഞ്ഞി കുടിക്കട്ടെ. ഇതൊരു വേണ്ട മാസിൽ വരുന്നൊന്നും കാര്യമാക്കണ്ട. നല്ലൊരു കൊടും വളവാണേ. എനിക്കത് വളയ്ക്കാൻ പറ്റുമോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഞാൻ വലിയ ഡ്രൈവറൊന്നും അല്ല കേട്ടോ. അങ്ങനെ പറഞ്ഞ് ആങ്ങളുടെ വീടെത്തി കേട്ടോ. ഇത് ആങ്ങളുടെ മോളാണ്. ചെന്നപാട് ചേച്ചി എനിക്ക് വെള്ളമൊക്കെ കലക്കി തന്നു, നാരങ്ങയുള്ളത്. അതെല്ലാം കഴിഞ്ഞ് പറമ്പിലേക്ക് ഇറങ്ങി കേട്ടോ. കുറച്ച് ചക്കയും മാങ്ങയും തേങ്ങയും കറിവേപ്പിലൊക്കെ പറിക്കാൻ വേണ്ടിയിട്ട് എല്ലാം പറിച്ച് സെറ്റായി. കാടായിരുന്നു മൊത്തം. പാമ്പേ പാമ്പേന്ന് വിളിച്ച് പോകുന്ന വെച്ചാൽ നിങ്ങൾ കേൾക്കുന്നത്. അത്യാവശ്യം എനിക്ക് വേണ്ട സാധനങ്ങളെല്ലാം ആ കാട്ടിക്കോടെ ഒരു തരത്തിൽ കഷ്ടപ്പെട്ട് പറിച്ചെടുത്ത് ഇറങ്ങി വരുന്ന വരവാക്കോട്ടോ കാണുന്നത്. എന്തോ കുറച്ച് ചക്കക്കുരു കൊണ്ടുപോകുന്നുണ്ടേ കൊച്ചിൻ്റെ. ഇത് കറി വെക്കാൻ വേണ്ടിയിട്ട് എനിക്ക് എടുത്തോണ്ട് പോകുന്നുണ്ട്. ചക്ക എടുക്കുന്നുണ്ട്, മാങ്ങ, പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തോട്ടെ. ഈ ട്രിപ്പിന് ഇത് കൊണ്ടുപോകുന്നുള്ളൂ. കൊച്ചിന് കുഞ്ഞ് ഐസ്ക്രീം കൊണ്ടു തന്നില്ലേ? ഐസ്ക്രീം തന്നില്ലേ? അതുകൊണ്ടാണ് ഇത് കൊണ്ടുപോകുന്നത്. കുഴപ്പമുണ്ടോ? ഉണ്ടോ? എല്ലാം എടുത്ത് സെറ്റാക്കി തിരിച്ചെൻ്റെ വീട്ടിലേക്കുള്ള പുറപ്പാട്. എല്ലാം കടത്തൽ, മൊത്തം കടത്തലായിരുന്നു ഇന്നത്തെ പരിപാടി. കടത്തലും കഴിഞ്ഞ് നേരെ കൊച്ചിനോട് ടാറ്റയും പറഞ്ഞ് നേരെ എൻ്റെ നാട്ടിലേക്ക്. അങ്ങനെ അത്യാവശ്യ സാധനവും കടത്തി ഞാൻ എൻ്റെ വീട്ടിലെത്തി തിരിച്ച്.